ഈ വെള്ളത്തിനടിയിൽ എന്താ ഒളിച്ചിരിക്കുന്നതെന്ന് നമുക്ക് നാളെ മാറ്റി വെച്ച് തപ്പിയേക്കാലോ. കഴിഞ്ഞ ദിവസം വന്ന സ്പോട്ടിൽ തന്നെയാണ് നമ്മൾ ഇന്നും വന്നിരിക്കുന്നത്. ഇതൊരു പബ്ലിക് സ്വിമ്മിംഗ് പൂളാണ്. ഇവിടെയാണ് നമ്മൾ കുറച്ച് ദിവസമായിട്ട് കാശ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളിവിടെ സ്ഥിരം കാണുന്നതുകൊണ്ട് ഇവിടുത്തെ ആൾക്കാരൊക്കെ നമ്മളെ നോട്ടം ഇട്ട് കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ ദിവസം വന്ന ഒരാൾ നമ്മുടെ അടുത്ത് ചോദിച്ചു എന്താ സംഭവം എന്നൊക്കെ. അപ്പോൾ നമ്മൾ ആളെ പറഞ്ഞ് എന്തായാലും കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട്. ഇവിടെ നടി കിട്ടുന്നതിന് മുമ്പ് ഈ സ്പോട്ടിൽ നിന്ന് പോകണം, എന്തെങ്കിലും ഹെവി ഐറ്റങ്ങളൊക്കെ കാശ് ചെയ്തിട്ട്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് നമ്മളെക്കാത്ത് വെള്ളത്തിനടിയിൽ ഒളിച്ചിരിക്കുന്നതെന്ന്. അപ്പോൾ നിൽക്കുന്ന സൈഡിൽ അത്യാവശ്യം നല്ല ആഴം ഉണ്ടെന്ന് തോന്നുന്നു, നിറയെ ചെളികളും ഉണ്ടെന്ന് തോന്നുന്നു. നമ്മൾ നിൽക്കുന്ന സെൻട്രലായിട്ട് നല്ല ആഴമുണ്ട്. നമുക്ക് ഈ സൈഡിലോട്ട് വരുമ്പോൾ നമ്മുടെ മാറ്റ് കാണാൻ പറ്റുന്നുണ്ട്. ഈ സൈഡിൽ അത്യാവശ്യം ചെളി കുറവാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് നമ്മുടെ മാറ്റ് നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നത്. അപ്പം നമുക്ക് നോക്കാം എന്താണ് നമ്മളെക്കാത്ത് വെള്ളത്തിനടിയിൽ ഒളിച്ചിരിക്കുന്നതെന്ന്. ഈ കാസ്റ്റിങ്ങിന് കിട്ടി എന്തോ ഒരു ഹെവി ഐറ്റം. കണ്ടിട്ട് അത്യാവശ്യം നല്ല പഴക്കമുള്ള മെറ്റലിൻ്റെ പീസാണ്. ഇത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നു നമ്മൾ ബെൽറ്റിലൊക്കെ യൂസ് ചെയ്യുന്ന ബക്കിളാണ്. കണ്ടിട്ട് നല്ല പഴക്കമുണ്ട്. ഇതിൻ്റെ ഒരു സൈഡ് പൂർണ്ണമായിട്ട് തുരുമ്പിച്ചിട്ടുണ്ട്. ആ സൈഡ് കുത്തിയായിരിക്കും കിടന്നിരുന്നത്. അതുകൊണ്ടായിരിക്കും ആ സൈഡിൽ നല്ല തുരുമ്പ്. ഇതിന് ഒന്നയായാലും ഇവിടെ വന്നപ്പോൾ ഉപേക്ഷിച്ചാണ് നടത്തില്ല, വല്ല ഡാമേജും വന്നിട്ട്. എന്താണെങ്കിലും ഇതുപോലത്തെ ഐറ്റങ്ങളൊന്നും ആരും വെള്ളത്തിൽ ഉപേക്ഷിക്കല്ലേ. നമ്മൾ ഈ വെള്ളത്തിൽ ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ കാലിൽ തന്നെ ഉണ്ടാലത്തെ അവസ്ഥയെന്ന് ആലോചിച്ചേക്ക്. ഞാൻ തന്നെ ഈ വെള്ളത്തിൽ ഒരു 2 തവണ ഇറങ്ങിയിട്ടുണ്ട്. കാരണം നമ്മുടെ മാറ്റ് സ്റ്റക്കായപ്പോൾ സെൻട്രലായിട്ട് 2 പാറക്കൂട്ടമുണ്ട്. അതിൻ്റെ ഇടയിലാണ് നമ്മുടെ മാറ്റ് സ്റ്റക്കായി. അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അത്യാവശ്യം നല്ല ആഴമുള്ള സ്പോട്ടാണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഈ കാസ്റ്റിങ്ങിൽ എന്താ ഐറ്റം കിട്ടുന്നത് നോക്കാം. അപ്പോൾ ഇതുപോലുള്ള വീഡിയോ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അത്യാവശ്യം നല്ല ദൂരത്തോട്ട് കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ സ്പോട്ടൊന്ന് മാറ്റിയാണ് ഇട്ടിരിക്കുന്നത്. എന്തെങ്കിലും ഹെവി ഐറ്റങ്ങൾ ഇതിൻ്റെ അടിയിലുണ്ടെങ്കിലും നമ്മളിതിൻ്റെ അടിയിൽ ഇറങ്ങിയപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് ചെളി ഉണ്ടായിരുന്നു. ആ കല്ലും കൂട്ടത്തിൻ്റെ ഇടയിലാണ് നമ്മുടെ മാറ്റ് സ്റ്റക്കായത്. അപ്പോഴാണ് മനസ്സിലായി നല്ല ആഴമുണ്ടെന്ന്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് നമ്മളെക്കാത്ത് വെള്ളത്തിനടിയിൽ ഒളിച്ചിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഈ കാസ്റ്റിങ്ങിലും ഉണ്ട് എന്തോ വെറൈറ്റി ഐറ്റം. ഈ കാസ്റ്റിങ്ങിൽ കിട്ടിയതൊരു മെറ്റലിൻ്റെ പീസാണ്. കണ്ടിട്ട് അത്യാവശ്യം നല്ല പഴക്കമുണ്ടെന്ന് തോന്നുന്നു. ഇത് കണ്ടിട്ട് നിറയെ തുരുമ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് എന്താ ഐറ്റം, എന്തിനേലും പാർട്സാണോ എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. എന്താണെങ്കിലും അത്യാവശ്യം നല്ല പഴക്കമുള്ളൂ. ഈ ഐറ്റം എവിടെയെങ്കിലും കണ്ട് എന്തെങ്കിലും പരിചയമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. എനിക്കിത് കണ്ടിട്ട് എന്തോ സ്റ്റാൻഡിൻ്റെ ലോക്ക് പോലെ ഉണ്ടെന്ന് തോന്നുന്നു. കണ്ടിട്ട് അതുപോലെയാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. എന്താണെങ്കിലും ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് ഈ സ്പോട്ടിൽ നിന്ന് കിട്ടി. അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല ദൂരത്തോട്ട് സ്പോട്ട് മാറ്റി ഒന്ന് കാസ്റ്റ് നോക്കാം. എന്തെങ്കിലും ഹെവി ഐറ്റങ്ങൾ ഇതിനിടയിൽ ഒളിച്ചിരിപ്പുണ്ടായാലോ. നമ്മളിന്ന് കുറേ നേരമായിട്ട് കാസ്റ്റ് ചെയ്യുകയാണ്. ഏകദേശം 1 മണിക്കൂറായെന്ന് തോന്നുന്നു. ഈ രീതിക്ക് മഴയൊക്കെ തൂടി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഈ മഴയത്തു നിന്നാണ് കാസ്റ്റ് ചെയ്യുന്നത്. ചില സമയം നമ്മുടെ ക്യാമറയിൽ വെള്ളമൊക്കെ പറ്റുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചില വിഷ്വലൊക്കെ ക്ലിയർ ആവുന്നില്ല. അപ്പോൾ എന്തായാലും അത്യാവശ്യം നല്ല ദൂരത്തോട്ട് കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഹെവി ആഴമുള്ള സ്പോട്ടാണ്. അപ്പുറ സൈഡിൽ ഓപ്പോസിറ്റ് സൈഡിൽ നമുക്ക് നടന്നു പോകണമെങ്കിൽ കുറേ ദൂരം നടക്കണം. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോയിട്ടില്ല. ഈ സൈഡിൽ തന്നെ നിന്നാണ് കാസ്റ്റ് ചെയ്യുന്നത്. ഈ സെൻറ്ററിൽ നല്ല ആഴമുണ്ട്. ഈ സൈഡിലോട്ട് വരുമ്പോഴാണ് ആഴം കുറഞ്ഞു വരുന്നത്. ഇവിടെ ചെളിയൊക്കെ കൂടിയിട്ടുണ്ട്. ഇതുവഴിയാണ് വെള്ളം ഒഴുകി പോകുന്നത്. അതുകൊണ്ടാണ് ഈ സൈഡിൽ ആഴം കുറവ്, ചെളി വന്ന് കൂടിയിട്ട്. നമുക്ക് ഈ കാസ്റ്റിങ്ങിൽ ഹെവി ആയിട്ടും ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. ഇനി നമുക്ക് നോക്കാം. ഈ കാസ്റ്റിങ്ങിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇത്രയും ആയിൻ്റെ പൊടികളാണ് ഇവിടെ നിന്ന് കിട്ടിയത്. ഇതിനകത്ത് ഒരൈറ്റവും ഒളിഞ്ഞിരിപ്പില്ല. എന്താണെങ്കിലും ഒരു വെറൈറ്റി സ്പോട്ടിൽ വെറൈറ്റി യാത്രയോടുകൂടി ഈ കാസ്റ്റിങ്ങിനോട് ഈ യാത്ര അവസാനിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ അടുത്ത സ്പോട്ടിൽ കാണാം.